അസ്സലാമു റഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മരുഭൂമിയിലെ മഹാവസന്തം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു. സയ്യിദ് ഇബ്നു ഉബാദ പറഞ്ഞ കാര്യങ്ങൾ മകൻ അവിടെ കൂടിയവർക്ക് വിശദീകരിച്ചു കൊടുത്തു. അവരെല്ലാം സശ്രദ്ധം അത് കേട്ടു. അതിലൊരാൾ എഴുന്നേറ്റെന്ന് പറഞ്ഞു, ബഹുമാനപ്പെട്ട ഉബാദ, താങ്കളുടെ അഭിപ്രായം ഞങ്ങൾ മാനിക്കുന്നു. താങ്കൾ പറഞ്ഞതെല്ലാം ശരിയാണ്. അധികാര സ്ഥാനത്ത് അങ്ങിരിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്കങ്ങ് സ്വീകാര്യനാണ്. ഇവിടെ കൂടിയിട്ടുള്ള സുഹൃത്തുക്കളായിട്ടുള്ള വിശ്വാസികൾ എല്ലാവരും താല്പര്യവും അത് തന്നെയാണ്. ഈ പറഞ്ഞ കാര്യം അവിടെ കൂടിയ സദസ്സിൻ്റെ പൊതുവായിട്ടുള്ളൊരു അഭിപ്രായമായിരുന്നു എന്ന് പറയാൻ വയ്യ. രണ്ടാമതൊരാൾ ഈ അഭിപ്രായത്തെ പരിപൂർണമായിട്ട് പിന്താങ്ങാനും മുന്നോട്ട് വന്നിട്ടില്ല. ബൈഅത്തിന് ആരും മുതിർന്നതുമില്ല ഒരു തീരുമാനത്തിന്. മാത്രമല്ല, സദസ്സിൽ പെട്ട ഒരാൾ ഒരു സംശയം ഉന്നയിച്ചു. ഇവിടെ നമുക്ക് വേണ്ടത് അൻസാറുകളുടെ നേതാവോ മുഹാജിറുകളുടെ നേതാവോ അല്ല. നമുക്ക് വേണ്ടത് മദീനയ്ക്ക് പൊതുവായിട്ടുള്ള സാരഥിയാണ് വേണ്ടത്. മുസ്ലിങ്ങൾക്ക് പൊതുവായിട്ടുള്ള സാരഥിയാണ് വേണ്ടത്. ഇവിടെ ഇനി മുഹാജിറുകളോ അതല്ലെങ്കിൽ അൻസാറുകളോ ഇല്ല, അല്ലെ ഔസ് ഗോത്രക്കാരോ ഖസ്റജ് ഗോത്രക്കാരോ ഇല്ല. അങ്ങനെ ഇരിക്കെ ഒരു വിഭാഗീയ ചിന്ത ഉയർന്നു വന്ന് അൻസാറുകളായിട്ടുള്ള നമ്മളുടെ ഭാഗത്ത് നിന്ന് തന്നെ വേണം ഒരു നേതാവ്. അങ്ങനെ പറയുന്നത് ശരിയാണോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മുഹാജിറുകൾ വഴിമാറി ചിന്തിക്കില്ലേ? അവരിങ്ങനെ പറയില്ലേ, ഞങ്ങൾ മുഹാജിറുകൾ മക്കയിലുള്ളവരായിരുന്നു, നബി തിരുമേനിയുടെ ആദ്യകാലത്ത് അനുയായികളായിരുന്നു ഞങ്ങൾ. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളാണ്. ഹിജറ നടത്തി ഇവിടെ എത്തുന്നതിന് മുൻപും അദ്ദേഹത്തിനുണ്ടായ പ്രശ്നങ്ങളെ ഞങ്ങൾ പ്രതിരോധിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് അനുയായികളായിട്ട് നിന്നിട്ടാണ് ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വന്നത് തന്നെ. അങ്ങനെയുള്ള നബി തിരുമേനിയുടെ കാലശേഷം ഞങ്ങളെല്ലാം മാറ്റി നിർത്തിയിട്ട് അതിൻ്റെ നേതൃസ്ഥാനത്ത് ആ നേതൃസ്ഥാനം സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഞങ്ങളോട് എങ്ങനെയാണ് നിങ്ങൾക്ക് മത്സരിക്കാൻ കഴിയുക എന്നവർ ചോദിക്കില്ലേ? ആണ് അദ്ദേഹം ഒരാൾ എഴുന്നേറ്റെന്ന് പറഞ്ഞത്. ഇങ്ങനെ പല അഭിപ്രായങ്ങളോട് പൊന്തി വന്നു. ഏതായാലും ബനു സായിദയുടെ പന്തലിൽ അൻസാറുകൾ ഇങ്ങനെ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് വേണം, എങ്ങനെ വേണം, നബി തിരുമേനിയുടെ കാലശേഷം കാലം കഴിഞ്ഞു, ഇനി നമുക്കൊരു സാരഥി വേണ്ടേ, അത് ആരായിരിക്കണം, എങ്ങനെയുള്ളവനായിരിക്കണം, എല്ലാത്തിനെയും കുറിച്ച് അവിടെ ഒരു തീരുമാനം, ഒരു തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുകയാണ്. അതേ സമയത്ത് ആയിഷയുടെ വീട്ടിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ ഇപ്പോഴും നബി തിരുമേനിയുടെ ഭൗതിക ശരീരം അവിടെ കിടക്കുകയാണ്. അത് സംസ്കരിക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള തിരക്കിലാണ് അവിടെയുള്ള ആൾക്കാർ. അബൂബക്കറൊക്കെ അവിടെയാണ്, ഉമറും അതുപോലെ തന്നെ മസ്ജിദിലുണ്ട്. തങ്ങളുടെ പ്രവാചകൻ ഇനിയില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി കഴിഞ്ഞു. അത് മുതൽക്ക് മുസ്ലിം സമുദായത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും തീരുമാനിച്ചിട്ടില്ല തിരുമേനി പോയിട്ടുള്ളത്. ആ ഭാവിയെക്കുറിച്ചുള്ള ചിന്തയിലാണ് അദ്ദേഹവും. മുസ്ലിങ്ങൾക്കൊരു നായകൻ വേണം, മദീനയ്ക്കൊരു നായകൻ വേണം. അതിനെ ആരാകണം? അബൂ ഉബൈദയെ സമീപിച്ചുകൊണ്ട് ഉമർ പറഞ്ഞു, കൈ നീട്ടുക, ഞാൻ താങ്കളെ ബൈഅത്ത് ചെയ്യാം.
ഈ സമൂഹത്തിൻ്റെ വിശ്വസ്തൻ അങ്ങനെയാണല്ലോ നബി തിരുമേനി അങ്ങയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. എപ്പോഴും ഉമർ അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും അബൂ ഉബൈദയ്ക്ക് അതത്ര സ്വീകാര്യമായില്ല. അദ്ദേഹം പറഞ്ഞു, ഇസ്ലാമിൽ വന്നതിന് ശേഷം അങ്ങ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ വിവേകം കെട്ടൊരു കാര്യം അങ്ങ് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അങ്ങ് എന്താണ് പറയുന്നത്? താങ്കളെ ബൈഅത്ത് ചെയ്യാം. അബൂബക്കർ ഇവിടെ ഉണ്ടല്ലോ ജീവനോട് കൂടിയിട്ട്. അദ്ദേഹം ഉണ്ടായിരിക്കെ നബി തിരുമേനിയുടെ ശേഷം ഞാനാണോ നേതാവാകേണ്ടത്? അന്ന് പ്രാണൻ വിടയാൻ സന്നദ്ധനായിട്ട് ആ ഒരു ഗുഹയ്ക്കകത്ത് 3 ദിവസം നബി തിരുമേനിയെ പരിപാലിച്ചു വന്നത് ആരായിരുന്നു? അവിടെ അഭയം തേടിയ 2 ആളിൽ ഒരാൾ നബി തിരുമേനി, മറ്റേയാളോ നിങ്ങൾക്കറിയില്ലേ? ഓർമ്മയില്ലേ? അബൂബക്കർ. ഈ സമയത്ത് വളരെ തിടുക്കപ്പെട്ട് കിതച്ചുകൊണ്ട് ഓടി ഒരാൾ പള്ളിയിലേക്ക് എത്തി. വന്ന ഉടനെ തന്നെ അദ്ദേഹം ഉമറിനെ സമീപിച്ച് അദ്ദേഹത്തിൻ്റെ കാതുകളിൽ എന്തോ പറഞ്ഞു രഹസ്യമായിട്ട്. അദ്ദേഹത്തിന് വിസ്മയമായി. നബി തിരുമേനിയുടെ ഭൗതിക ജഡ അവിടെ കിടക്കുന്ന സമയത്ത് അൻസാറുകൾ ഇങ്ങനൊരു കൂടിയാലോചന നടത്തുകയോ? അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും ഉടനെ തന്നെ അബൂബക്കറിനെ കാണണം. ഉമർ ആയിഷയുടെ വീട്ടിലേക്ക് ആളെ വിട്ടു. അവിടെയാണ് അബൂബക്കർ. ഉമറിൻ്റെ ആവശ്യം അദ്ദേഹം നിരാകരിച്ചു. അദ്ദേഹം അവിടുന്ന് വന്നില്ല. അതിന് പകരം അദ്ദേഹം ഇപ്രകാരം പറഞ്ഞയച്ചു, ഇപ്പോൾ വരാൻ കഴിയില്ല. ഞാനിവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. അതിന് ഞാൻ മുഴുകിയിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ആലോചിക്കാം, അത് കഴിഞ്ഞിട്ട് കാണാം എന്നാണ് ഉമറിന് മറുപടി കൊടുത്തയച്ചത്. ഉമർ വീണ്ടും ആളെ വിട്ടു. ഇതൊരു നിസ്സാര കാര്യമല്ല. എന്തോ ചിലരെല്ലാം മുരുണ്ടു കൂടുന്നുണ്ട്. അതൊരിക്കൽ പോലും മദീനയ്ക്കോ മുസ്ലിങ്ങിനോ ഗുണമുണ്ടാക്കുന്ന കാര്യമല്ല. അങ്ങ് അടിയന്തരമായിട്ട് വന്നേ പറ്റൂ. ഇത്രയും വലിയൊരു കാര്യം എന്താണ്? തിരുദൂതരുടെ തിരുശരീരം അതവിടെ കിടക്കുകയാണ്. അതിൻ്റെ സംസ്കാരത്തിൻ്റെ കാര്യം, അതെങ്ങനെ സംസ്കരിക്കണമെന്നുള്ള കാര്യം അതുപോലും മാറ്റിവെച്ചിട്ട് ഞാൻ അങ്ങോട്ട് ചെല്ലണമെന്ന് പറയത്തക്ക വിധത്തിൽ ഉമറിന് എന്താണ് പറയാനുള്ളത്? എന്താണ് ഇത്രയും ഗുരുതരമായിട്ടുള്ള കാര്യം? എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഏതായാലും വലിയ ജിജ്ഞാസയോട് കൂടിയിട്ട് അദ്ദേഹം വേവനാതിപ്പെട്ടുകൊണ്ട് തിരുശരീരത്തിൻ്റെ അടുത്ത് നിന്ന് മനസ്സോടുകൂടി എഴുന്നേറ്റ് അദ്ദേഹം പള്ളിയിലേക്ക് ചെന്നു. അദ്ദേഹം വന്നപാടെ ഒരു മുഖവുരിയും കൂടാതെ ഉമർ പറഞ്ഞു, അങ്ങ് അറിഞ്ഞോ, അൻസാർ സഹോദരന്മാർ അവർ ബനൂ സായിദയുടെ പന്തലിൽ അവിടെ കൂട്ടം കൂടിയിരിക്കുകയാണ്, സമ്മേളിച്ചിരിക്കുകയാണ്. സയ്യിദ് ഇബ്നു ഉബാദയെ അധികാരത്തിൽ കയറ്റാനാണ്, അടുത്ത ഖലീഫയാക്കാനാണ് അങ്ങനെ കൂടിയിട്ടുള്ളതാണെന്നാണ് കേൾക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി അവിടെ പോകാതിരിക്കാൻ നിർവാഹമില്ല, പോയേ പറ്റൂ.
അതിനാണ് ഞാൻ അങ്ങയെ വിളിപ്പിച്ചത്. അബൂബക്കറിനെ കാര്യം കൃത്യമായി ധരിപ്പിച്ചു. ഇസ്ലാമിൻ്റെ കാര്യമാണ്, മുസ്ലിമിൻ്റെ കാര്യമാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് തിരുമേനി അവരെ പഠിപ്പിച്ചിട്ടുള്ളത്. ആയതുകൊണ്ട് പോവുക തന്നെ, പോയേ മതിയാകും, വേറെ വഴിയൊന്നുമില്ല. അങ്ങനെ ഇരുവരും അവിടേക്ക് പുറപ്പെട്ടു. അബൂ ഉബൈദയും അവരുടെ കൂടെ ചേർന്നു. അവിടെ ചെന്ന് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിഞ്ഞാൽ ഉടനെ തിരിച്ചു വരണം. കാരണം തിരുദൂതരുടെ ഭൗതിക ശരീരം അവിടെ കിടക്കുകയാണ്. അതുടനെ സംസ്കരിക്കേണ്ടതുണ്ട്. അവിടെ ചെല്ലുക, കാര്യമറിയുക, ഉടനെ തന്നെ തിരിക്കണം. ഇങ്ങനെയൊക്കെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവർ മൂവരും ബനൂ സായിദയുടെ വീട്ടിലേക്ക്, പന്തലിലേക്ക് യാത്ര തിരിച്ചു. അൽഹംദുലില്ലാഹ്.